ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് വീഡിയോ. ആരുടെ ബർത്ത്ഡേ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുടെയല്ല, നമ്മുടെ ജോക്കുട്ടൻ്റെയാണ്. അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറയുന്നത് തോപ്പുംപടിയിലെ ഫസ്റ്റ് ക്രൈയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പേര് നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, കാരണം ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആണ് മെയിനായിട്ടും. അവർക്ക് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ ഷോപ്സ് വരുന്നുള്ളൂ. അപ്പോൾ തോപ്പുംപടിയിൽ ഒരു വലിയൊരു എന്താ പറയുക ബിൽഡിങ് തന്നെ ഫസ്റ്റ് ക്രൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതധികം നാളായിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓൺലൈനിൽ ഒരുപാട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ വരുന്നത്. അപ്പോൾ വന്നപ്പോൾ എന്താ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു സംഭവം എനിക്ക് അവിടെ കാണാൻ പറ്റി. കാരണം നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും. അത് എക്സാക്ട്ലി ഇവിടെ ഉണ്ട്. കാരണം സെപ്പറേറ്റ് ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് ഡ്രസ്സാണ് വരുന്നത്. അപ്പം ഒരു ന്യൂ ബോൺസിൻ്റെ തുടങ്ങി എന്താ പറയുക ഒരു 12 ഇയേഴ്സ് വരെയുള്ള എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നൈറ്റ് വെയേഴ്സ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും, പിന്നെ നമ്മൾ കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ ഉള്ള ട്രെൻഡിങ്ങും പല ഫാഷൻ ടൈപ്പ് ഉള്ള ഡ്രസ്സൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മെയിനായിട്ട് പാർട്ടി വെയേഴ്സിൽ തന്നെ ഞാൻ ഒരുപാട് ഷോപ്സിൽ പോകുമ്പോൾ എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി വെയേഴ്സ് കൂടുതൽ കാണാൻ കിട്ടാറില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ പാർട്ടി വെയേഴ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് കാണാൻ പറ്റി. അതിൽ തന്നെ എന്താ പറയുക സൈസ് ഡിഫറൻസ്, അതായത് ഏജ് ഡിഫറൻസിൽ ഒരു 12 ഇയേഴ്സ് വരെയുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് എന്താ പറയുക ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ ഈ ഒരു കടയിൽ ചെന്നപ്പോൾ നമുക്ക് ഏത് ഡ്രസ്സ് എടുക്കണം. പൊതുവേ ബോയ്സിൻ്റെ ഡ്രസ്സ് സെലക്ഷൻ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആസ് എ മോം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കണ്ണു പോകുന്നത് പെൺകുട്ടികളുടെ സെക്ഷനിലേക്കായിരിക്കും. പക്ഷേ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ആ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും എടുത്ത് പറയേണ്ടതാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എപ്പോഴും ഡ്രസ്സ് ഇടുമ്പോൾ. അങ്ങനെ ഞാനത് അവിടെ നിന്ന് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഈ ഒരു ഷോപ്പിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ പല കടകളിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് ന്യൂ ബോൺസ് ടു ഒരു 12 ഇയേഴ്സ് എന്തൊക്കെ നമുക്ക് അവർക്ക് വേണം, അവരുടെ ഡയപ്പേഴ്സ് വേണോ, അല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ്, കുഞ്ഞു വണ്ടികൾ വേണോ, അല്ലെങ്കിൽ ഫീഡിങ് ബോട്ടിൽസ് വേണോ, അവരെ ഫീഡിങ്ങിനായിട്ട് നമ്മൾ ഇരുത്തുന്ന ചെയേഴ്സ് അല്ലെങ്കിൽ ടേബിൾസ്, പിന്നെ അവർക്ക് കൊടുക്കേണ്ട പാത്രങ്ങൾ, ടോയ്സ്, അതെല്ലാം നല്ല ക്വാളിറ്റീസിലാണ്. ഇപ്പോൾ ബഡ്ജറ്റിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ നല്ല അഫോർഡബിളായിട്ട് തോന്നി. പിന്നെ ചില ഐറ്റംസിന് എനിക്കൊരു ഇത്തിരി പ്രൈസ് കൂടുതൽ, പക്ഷേ ആ പ്രൈസ് കൂടുതലുണ്ടെങ്കിൽ അവർ ക്വാളിറ്റിയിലൊട്ടും കോംപ്രമൈസ് ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് തൊട്ടിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ബെഡ്ഷീറ്റ്സും ടർക്കീസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ഷോപ്പിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പം നമ്മൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു ഷോപ്പ്. കാരണം കുറേ കടകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് ജോക്കുട്ടിന് വേണ്ടി നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇപ്പം ഞങ്ങളത് വാങ്ങിയിട്ടില്ല. ബർത്ത്ഡേൻ്റെ ടൈം ആകുമ്പോൾ വാങ്ങാം, അപ്പോൾ ഒന്ന് നോക്കി വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കി. പിന്നെ വലിയ കുട്ടികളുടെ ബുക്സൊക്കെ ഉണ്ട്. കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്ന കുറേ കളറിങ് ബുക്സ് ഉണ്ട്, സ്റ്റോറി ബുക്സ് ഉണ്ട്. പിന്നെ അവർക്ക് യൂസ് ചെയ്യുന്ന ഷാംപൂ, പൗഡർ എല്ലാം ഞാൻ പറയില്ല, എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. വണ്ടികളൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് തോന്നി. ഞങ്ങളതിലൊരു സൈക്കിൾ നോക്കി. ആ സൈക്കിൾ ശരിക്കും ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 70 kg വരെയൊക്കെ അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം അത്യാവശ്യം കുറേ നാൾ ഒരു വലിയതാവുമ്പോൾ വരെ നമുക്ക് 70 kg എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു യൂസേജ് പോലെ ഇരിക്കും. എന്നാലും അവർക്ക് അവിടെ സർവീസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് കൊണ്ടുചെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഷോപ്പായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇഷ്ടപ്പെട്ടു, കുറേ വെറൈറ്റീസ് കണ്ടു. അങ്ങനെ ഞാനൊരു ഡ്രസ്സൊക്കെ വാങ്ങി ഇറങ്ങി. ഏത് ഡ്രസ്സാണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് തോപ്പുംപടിയിലാണ്. ബൈ ബൈ.